ഈ വഴി ശരിയായിരിക്കില്ല. ഇത് തന്നെയാണ് ശരിയായ വഴി. നീ ആ ഗുഹയ്ക്കകത്തേക്ക് പോകും. ഇവിടെയാണ് അഗ്നിഭൂതമുള്ളത്. അതെന്നെ നശിപ്പിക്കും. മര്യാദയ്ക്ക് അകത്തേക്ക് പോകും, ഇല്ലേ ഞാൻ നിന്നെ മരിച്ചത്. എന്റെ ഉറക്കം കെടുത്താൻ വന്നവൻ ആരാണെങ്കിലും ശരി, അവനെ ഞാൻ വിടില്ല. കൊല്ലും ഞാൻ അവനെ. നിന്റെ ഈ ബാലിശമായ തീക്കളി കൊണ്ട് എന്നെ പിന്തിരിപ്പിക്കാമെന്ന് കരുതണ്ട. ഇത്തവണ നീയാണ് കത്തി നശിക്കാൻ പോകുന്നത്. നിന്നെ നശിപ്പിക്കാൻ പോകുന്നത് ഞാനും. നിന്നെ ഞാൻ ഇല്ലാതാക്കിയതിനു ശേഷം നിനക്കാരെയും ഇരിക്കുവാൻ കഴിയുകയില്ല. നീ ഇപ്രാവശ്യവും തോറ്റിരിക്കുന്നു. ഇത്തവണ ഞാൻ തോറ്റു പ്രധാനമാസര. പക്ഷേ അടുത്ത തവണ ഞാൻ ജയിക്കും, നീ തോൽക്കും. നീ എന്തിനാണ് ഈ ലോകത്തിലേക്ക് വന്നത് പ്രിയ സ്നേഹിത? കംസന്റെ ആജ്ഞയാണ്. മരണദൂതനെ നമുക്ക് ഇല്ലാതാക്കണം. മരണദൂതൻ കംസനെ ഇല്ലാതാക്കുന്നതിന് മുമ്പ് ആ ബാലന്റെ മായശക്തി ഞാൻ അറിഞ്ഞു. നമ്മൾ രണ്ടുപേരും കൂടി അവനെ തിരഞ്ഞ് കണ്ടുപിടിച്ച് കൊല്ലണം. പക്ഷേ അതിലേതാണ് മരണദൂതൻ എന്ന് നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് എല്ലാവരെയും കൊല്ലേണ്ടതായി വരും. അത് വളരെ എളുപ്പമുള്ളതാണ്. ആദ്യം എനിക്ക് എന്റെ തീ കൊണ്ടൊന്ന് കളിക്കണം. എന്നിട്ട് ആ കുട്ടികൾക്ക് തണൽ നൽകുന്ന മരങ്ങളെ മുഴുവൻ കത്തിച്ച് ചാമ്പലാക്കണം. അതിനുശേഷം മരണദൂതൻ നമ്മുടെ കയ്യിൽ. ആ പന്തങ്ങൾ കത്തിച്ചു കൊടുക്കും. കാട്ടിലേക്ക് പോകും. നിന്റെ പാട്ട് കേൾക്കാൻ എന്ത് രസമാ കൃഷ്ണ. മരങ്ങളും നിന്റെ പാട്ട് കേട്ട് സന്തോഷിക്കുന്നു. ആയിരിക്കാം, പക്ഷെ ഞാൻ കാണുന്നത് പോലുള്ള സന്തോഷം ഉണ്ടായിരിക്കില്ല. നീ എന്താണോ ചിന്തിക്കുന്നതെന്ന് എനിക്കറിയാം കൃഷ്ണ. ഞാൻ എല്ലായ്പ്പോഴും പോലെയാണ് ചിന്തിക്കുന്നത് ബലരാമ. ഗോപികമാർ കൊണ്ടുവരുന്ന പാല് കൊണ്ട് എന്റെ വയറ് നിറയ്ക്കണമെന്ന്. ഇത്തവണയും ഞാൻ ഒരുങ്ങിക്കഴിഞ്ഞു. മധു, സുബല, നമുക്ക് വലിയൊരു ജോലി ചെയ്യാനുണ്ട്. ചെയ്യേണ്ടത് കലം വീഴാതിരിക്കാൻ ഇങ്ങനെയല്ല പിടിക്കേണ്ടത് വിശാഖ. രാധ എങ്ങനെയാണ് കലം പിടിച്ചതെന്ന് കണ്ടില്ലേ? രാധ ഈ വൃന്ദാവനത്തിലെ രാജ്ഞിയാണ്. അവൾ ചെയ്യുന്നതെല്ലാം ശരിയാണ്. നമുക്ക് വേഗം പോവാം. മറ്റുള്ളവർ നിങ്ങൾ ഈ കുടങ്ങളിൽ എന്താണ് കടത്തിക്കൊണ്ടു പോകുന്നത്? ഇന്നലെ നീ ഞങ്ങളെ തടഞ്ഞപ്പോൾ കൊണ്ടുപോയത് തന്നെയാണ് ഇന്നും കൊണ്ടുപോകുന്നത്. പിന്നെ മിനഞ്ഞാന്നും അതിന്റെ മുമ്പത്തെ ദിവസം. ആഹാ, നിങ്ങൾ സ്വർണം കടത്തിക്കൊണ്ടു പോവുകയാണെന്ന് എനിക്കറിയാം. ഇത് സ്വർണമല്ല, ഇതില് വെണ്ണയാ. ആ വെണ്ണ. ഓ, ഇതെന്റെ വയറ്റിലേക്ക് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അല്ല, രാജാവിന്. ഞങ്ങൾ 100 തവണ പറഞ്ഞതല്ലേ ഞങ്ങൾ നികുതി അടക്കില്ലെന്ന്. നിന്റെ വേഷമൊക്കെ ഞങ്ങളെ പറ്റിക്കാനാണെന്ന് അറിയാം. നീ ആരാണെന്നും ഞങ്ങൾക്ക് അറിയാം. അപ്പൊ ഞാൻ ആരാണെന്ന് അറിയാം. രാജാവിനുള്ള നികുതി ശേഖരിക്കുന്നവൻ. എന്റെ പങ്ക് കിട്ടി.
വരാ, നീ രാജാവിനോട് ചെന്ന് പറ ഞങ്ങൾ മഹാറാണിക്ക് മാത്രമേ നികുതി കൊടുക്കൂ എന്ന്. രാധാ മഹാറാണി? അവൾ മഹാറാണി അല്ലല്ലോ. അവളുടെ വസ്ത്രം കണ്ടില്ലേ? പാൽക്കാരിയെ പോലെ. ശരിയാണ്. ഇവൾ കിരീടത്തിന് പകരം തലയിൽ പാൽക്കുടമാണ് വെച്ചിരിക്കുന്നത്. നിന്റെ തലയിൽ കൊരങ്ങനുണ്ടല്ലോ. ഇവൻ കൊരങ്ങ രാജാവാ. എന്താ ഇവിടെ പ്രശ്നം? ഞാൻ നികുതി പിന്നീട് വാങ്ങിച്ചോളാം. രാജാവ് ഞങ്ങളോട് വേഗം ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അവൻ വീണ്ടും നിങ്ങളുടെ അടുത്തുനിന്ന് നികുതി പിരിക്കാൻ നോക്കിയോ? ആ കുട്ടിയുടെ വികൃതി ഒരിക്കലും അടങ്ങില്ല. നികുതി പിരിവുകാരനാണെന്ന് പറഞ്ഞാൽ ആരും തന്നെ വിശ്വസിക്കില്ല. എല്ലാവർക്കും അറിയാം അവൻ നമ്മുടെ പ്രിയപ്പെട്ട കൃഷ്ണനാണെന്ന്. സുധേ, അവൻ നമ്മുടെ പാലും വെണ്ണയും മോഷ്ടിക്കുമ്പോഴെല്ലാം അവനോട് സഹതപിച്ചാൽ ഒരിക്കലും അവന്റെ വികൃതി മാറില്ല. അവന് നമുക്കൊരു പാഠം പഠിപ്പിക്കണം. പക്ഷേ അത് കഠിനമായിരിക്കരുത്. വിഷമിക്കണ്ട. കൃഷ്ണനെ ഒരു പാഠം പഠിപ്പിച്ചാൽ ഇനി ഒരിക്കലും അവൻ നികുതിക്ക് വേണ്ടി നിങ്ങളെ ഉപദ്രവിക്കില്ല. ശരി, നികുതി പിരിച്ചതിൽ എന്റെ പങ്കെവിടെ? പങ്കിടാൻ ഒന്നും കിട്ടിയില്ല. ആ പെൺകുട്ടികളുടെ അടുത്തുനിന്ന് കിട്ടുമ്പോഴേക്കും നമ്മൾ വിശന്ന് ചാവും. പക്ഷേ സംഗീതത്തിന് നമ്മൾ വിശന്നിരിക്കേണ്ട. ഞങ്ങൾക്ക് വേണ്ടി വായിക്കാമോ? നിന്റെ സംഗീതം എന്റെ കാതിൽ കേൾക്കുമ്പോൾ വെണ്ണ തിന്ന സുഖം തോന്നുന്നു. എന്റെ വയറ് നന്നായി നിറഞ്ഞു. കൃഷ്ണന്റെ സംഗീതം ഭക്ഷണം കഴിക്കുന്നതിനേക്കാൾ നന്നായി ശക്തി തരും. വാ, നമ്മുടെ പുതിയ ശക്തി വടംവലിക്ക് വേണ്ടി ഉപയോഗിക്കാം. തുടങ്ങിക്കോ കൃഷ്ണ. തോറ്റവർ ജയിച്ചവരെ മുതുകിലേറ്റിക്കൊണ്ട് പുഴ കടക്കണം. നിങ്ങൾ എല്ലാവരും ഇപ്പോൾ പുഴ പന്തം കത്തിച്ച് അഗ്നിരാക്ഷസനെ വിളിക്കൂ. അവൻ പ്രവർത്തിക്കട്ടെ. അതുതന്നെയാണ് ആ മരണദൂതൻ. ഓ, എന്റെ ഹൃദയം തണുത്തു. എന്റെ തീജ്വാല കൊണ്ട് അവന്റെ ശരീരം ഞാൻ ഭസ്മമാക്കും. വേണ്ട, നിന്നെ ഈ രൂപത്തിൽ കണ്ടാൽ അവർ ഓടി രക്ഷപ്പെടും. ഞാൻ അവരെ എങ്ങനെയെങ്കിലും കാട്ടിനുള്ളിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ നിനക്ക് കംസന്റെ ആജ്ഞ നിറവേറ്റാൻ കഴിയും. എന്നിട്ട് ആ മരങ്ങൾ കത്തിച്ച് ചാമ്പലാക്കും. ഒരു തരത്തിലും അവർ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പാടില്ല. നിങ്ങളുടെ ബുദ്ധി വളരെ അപാരം തന്നെ പ്രലംബാസുര. കാട്ടിലേക്ക് പോകാം. ഞാൻ ഇനി കുറച്ചു നേരം അവരുമായിട്ട് കളിച്ച് രസിക്കട്ടെ. എനിക്കിനി വലിയ ബലരാമോ ഒരു പ്രധാനപ്പെട്ട കാര്യം ചെയ്തു തീർക്കാനുണ്ട്. എന്താണ് കൃഷ്ണ? ഇരിക്കേണ്ട കാര്യമുണ്ട്. അപ്പൊ വടംവലി എന്താവും? നീ ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് കളിക്കാൻ കഴിയില്ല. നിന്റെ പേരെന്താ? പ്രഘോഷ്. ശരി പ്രഘോഷ്, നീ വന്നത് വളരെ നന്നായി. എന്റെ കൂട്ടുകാരെ ഒന്ന് സഹായിക്കണം. പക്ഷേ ഞാൻ വേഗം തിരിച്ചു വരാം. ജയിക്കുന്നവർക്ക് പാല് വെണ്ണയും കൊണ്ടുവരാം. അപ്പോൾ മരണദൂതൻ ഇന്ന് പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ. നിനക്ക് വിശക്കുന്നുണ്ടാവുമല്ലോ ദാദി? കാരണം ഇന്ന് അവര് വലിയൊരു നികുതി അടയ്ക്കാൻ പോവാ. ഇത്രയും മതി.
എന്തിനാ ഇവിടെ നിൽക്കുന്നത്? വേഗം സ്ഥലം വിട്ടോ, വേഗം. ഞാൻ പിടിച്ചു. ഇത്തവണ നിങ്ങൾക്ക് എന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. നിങ്ങൾ നികുതി അടച്ചേ പറ്റൂ. ഇല്ലെങ്കിൽ രാജാവിന്റെ ഭടന്റെ കോപത്തിന് ബലിയാവേണ്ടി വരും. ഒന്നും ചെയ്യലേ, ഞങ്ങൾ നികുതി തന്നേക്കാം. മതി. ബുദ്ധിപരമായ തീരുമാനം തന്നെയാണ്. പാലിങ്ങോട്ട് തരൂ. വൃന്ദാവനത്തിലെ രാജാവ് സന്തോഷിക്കും, വളരെ സന്തോഷിക്കും. ഹേയ് നികുതി പിരിവുകാരാ, ഇത്തവണ നിന്റെ പങ്ക് കിട്ടി. ഇനി ഞങ്ങളുടെ പങ്ക് എടുക്കാൻ പോവുകയാണ്. നീ ഈ കുട്ടികളുടെ പാലും വെണ്ണയും മോഷ്ടിക്കുന്നത് ഞങ്ങൾ യശോദാമ്മയോട് പറയും. തന്റെ ഓമന മകൻ പശുക്കളെ മേയ്ക്കുന്നത് നിർത്തി രാജാവിന്റെ നികുതി പിരിവുകാരനായി മാറിയതിൽ അവർ തീർച്ചയായും സന്തോഷിക്കും. ദേഷ്യപ്പെട്ടേ പറ്റൂ. എന്നെ പോകാൻ വിടൂ. ഇനി ഒരിക്കലും ഞാൻ വേഷം മാറി നിങ്ങളെ പേടിപ്പിക്കില്ല. ഇല്ല, നീ പേടിപ്പിക്കില്ല. കാരണം ഞങ്ങൾ നിന്നെ പാലും വെണ്ണയും കൊണ്ടുപോകുന്ന ഒരു പെൺകുട്ടിയുടെ വേഷം അണിയിക്കാൻ പോവുകയാണ്. ഇല്ലേ ചന്ദ്രിക? അതെ, അത് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഏകദേശം എത്തി. ശക്തിയോടെ വലിക്ക്. നമ്മൾ ജയിച്ചു. കയറി വാ, ഞങ്ങളെ പുഴയിലൂടെ കൊണ്ടുപോ. വെറുതെ തുറച്ചു നോക്കിക്കൊണ്ട് അവിടെ നിക്കല്ലേ. എന്നെ മുതുകിലേറ്റി പുഴ കടക്ക. ഞാൻ ആർക്കു വേണ്ടിയും കുനിയില്ല, മഹാനായ ബലരാമന് വേണ്ടി മാത്രം. ഞാൻ നിന്നെ ചുമന്നു കൊണ്ടുപോകാം, നദിയിലേക്കല്ല. വേഗമാകട്ടെ, വേഗമാകട്ടെ. ഇപ്പോഴാണ് ഇവൻ ശരിക്കും ഒരു പാൽക്കാരിയായത്. ഇപ്പോൾ യശോദ ഇവനെ കണ്ടാൽ നന്നായിരിക്കും. ഓ, ദയവായി എന്നെ വിട്ടയക്കൂ. നിന്നെ കാണാൻ എന്തൊരു ഭംഗിയാണ്. ഇത്രയും സുന്ദരിയായ ഒരു മകളെ കാണുമ്പോൾ യശോദ സന്തോഷിക്കും. എന്റെ മകൻ സുഫല നിന്നെ കല്യാണം കഴിച്ചാൽ പിന്നെ നീ എനിക്കൊരു മരുമകളായി തീരും. ദയവായി എന്നെ ഒന്നും ചെയ്യരുത്. ഞാനിനി ഒരിക്കലും നികുതി പിരിക്കാനായി വരില്ല. അത് വളരെ ശരിയാണ്, പക്ഷെ എന്തെങ്കിലും തരണ്ടേ? ഇപ്പൊ നിങ്ങൾക്ക് ഫ്രീയായില്ലേ? ഇനി നാണക്കേട് തോന്നാതെ അടയ്ക്കാനുള്ള നികുതി അടയ്ക്കില്ലേ? എന്നെ ഒന്ന് വിട്ടയക്കൂ. അതിനു മുമ്പ് നീ നൃത്തം ചെയ്യണം. ഇതാ കുരങ്ങച്ച, വായിക്കേ. വേഗമാകട്ടെ കൃഷ്ണ, നൃത്തം ചെയ്യേ. നൃത്തം ചെയ്യേ കൃഷ്ണ, നൃത്തം ചെയ്യേ. നിക്ക നിക്ക നിക്ക. നിനക്ക് വഴി തെറ്റിയെന്ന് തോന്നുന്നു. അല്ല ബലരാമ, ഞാൻ പോകുന്ന വഴി എനിക്ക് നന്നായിട്ട് അറിയാം. പ്രഘോഷ്, നീ എന്താണ് ചെയ്യുന്നത്? അപ്പൊ നീ എന്നെ കൊല്ലാൻ വന്നതാണോ? നിന്നെ മാത്രമല്ല, നിന്റെ കൂട്ടുകാരി അഗ്നിരാക്ഷസൻ അവരെ ഏത് നിമിഷവും ചമ്പലാക്കിയിരിക്കും. അങ്ങനെയാണോ? എങ്കിൽ ആരാണ് മരിക്കാൻ പോകുന്നതെന്ന് നമുക്ക് കാണാം. തീർച്ചയായും നമുക്ക് കാണാം. കേട്ടില്ലേ? പശുക്കൾ ആപത്തിലാണ്. നിർത്തിയത് ആഹാ, നീ ഇനിയും നികുതി അടച്ചിട്ടില്ല. നോക്ക്, പ്രിയപ്പെട്ട അമ്മമാരെ, എന്റെ കൂട്ടുകാർ കാട്ടിനകത്തുണ്ട്. അവരെന്നെ സഹായത്തിന് വിളിക്കുകയാണ്. എനിക്ക് പോകണം. സുബല, സുബല.
കൊള്ളാം. ലക്ഷ്മി, തുളസി, പശുക്കളൊക്കെ എവിടെ? അവർ കൂടുതൽ പുല്ല് തേടി കാട്ടിനുള്ളിൽ പോയിരിക്കുകയാണ്. വിട്ടിട്ട് നമ്മൾ കളിക്കാൻ പാടില്ലായിരുന്നു. നികുതി പിരിക്കാൻ ആളില്ല. അവരെ തീയിൽപ്പെട്ടു. അവ വല്ലാതെ പേടിക്കുന്നുണ്ട്. ഞാൻ വിളിച്ച അവര് വരും. ലക്ഷ്മി, ഒന്നും പറ്റിയില്ലല്ലോ? എന്റെ തുളസി, നിന്നെ കാണാതെ ഞാൻ എത്ര വിഷമിച്ചു. ഇതുകൊണ്ട് ഇവനെ കെട്ടിയിടാം. പേടിയാവുന്നു. അയ്യോ, അയ്യോടെ ചൂട് സഹിക്കാൻ വയ്യേ. അയ്യോ. അതാ മുഞ്ചാവരക്കാട് കത്തുന്നു. പക്ഷെ അതെങ്ങനെയാ? വൃന്ദാവനത്തിൽ നല്ല തണുപ്പാണല്ലോ. അത് അഗ്നിഭൂതമാണ്. കൃഷ്ണനും കൂട്ടുകാരും പശുക്കളെയും കൊണ്ട് കാട്ടിലാണുള്ളത്. അതുപോലെ എന്റെ പ്രിയപ്പെട്ട മധുവും. നമുക്ക് വേഗം പോകാം. അതെന്തിനാ എടുത്തത്? നിന്റെ വിരൂപമായ മുഖം കണ്ടാൽ മൃഗങ്ങൾ വരെ പേടിച്ചു പോകും. ഈ ശക്തനായ പ്രളംബാസുരനോട് തമാശ പറയുവാൻ നിനക്ക് ലഭിച്ച അവസാനത്തെ അവസരമാണിത്. എന്നെനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ഞാൻ നിന്നെ ഒരു കീടത്തെ പോലെ ജനിച്ചു കൊല്ലാൻ പോവുകയാണ്. പ്രളംബാസുരൻ നിന്റെ ജ്യേഷ്ഠനെ ഇപ്പൊ കൊന്നിട്ടുണ്ടാവും. എന്റെ ഈ ശക്തമായ തീജ്വാല കൊണ്ട് നിങ്ങളുടെ കൂട്ടുകാരനായ ഈ മായാജാലക്കാരനെ ഞാൻ ചുട്ട് ചാമ്പലാക്കും. കൃഷ്ണ, ഞങ്ങളെ രക്ഷിക്കണേ. പേടിയാവുന്നു. ആരും പേടിക്കണ്ട. ഞാനിവിടെ ഉള്ളിടത്തോളം ആർക്കും നിങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇനി എല്ലാവരും തറയിൽ കമഴ്ന്നു കിടന്നുകൊണ്ട് കണ്ണുകൾ അടച്ച് ഇവിടെ തണുത്ത കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നതായി സങ്കല്പിക്കണം. എന്തിനാ അവരോടൊക്കെ കണ്ണടയ്ക്കാൻ പറയുന്നത്? അവർക്കെല്ലാവർക്കും കാണണ്ടേ അവരുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ വെന്ത് ചാമ്പലാവുന്നത്? ഓ, അതിനല്ല ഞാൻ കണ്ണടയ്ക്കാൻ പറഞ്ഞത്. നിന്നെ ചുട്ടിരിക്കുന്ന ഭീകരമായ കാഴ്ച കണ്ട് അവർ പേടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. നിന്റെ അവസാനം അടുത്തിരിക്കുന്നു. കംസൻ സന്തോഷിക്കും. നിനക്ക് തെറ്റുപറ്റി. കംസൻ സന്തോഷിക്കില്ല, നിരാശപ്പെടും. നീ ചത്തുപോയെന്ന വിവരം അറിയുമ്പോൾ. സമയം കഴിഞ്ഞിരിക്കുന്നു. തീയ. പക്ഷേ ബലരാമൻ എവിടെയാ? അഗ്നിഭൂതം പറഞ്ഞു വേറൊരു രാക്ഷസൻ അവനെ കൊന്നിട്ടുണ്ടാവുമെന്ന്. ആ മണ്ടൻ പറഞ്ഞത് നിങ്ങൾ ആരും വിശ്വസിക്കേണ്ട. അവൻ നിങ്ങളെ കളിപ്പിക്കാൻ പറഞ്ഞതാണ്. കൃഷ്ണ, ബൽറാം. കൃഷ്ണ, ബൽറാം, നിങ്ങൾക്കൊന്നും സംഭവിച്ചില്ലല്ലോ? ഒന്നും സംഭവിച്ചില്ല മാതാവേ. എനിക്കെന്ത് സംഭവിക്കാനാ? എന്റെ ജ്യേഷ്ഠനും കൂട്ടുകാരും എന്നെ സംരക്ഷിക്കാൻ കൂടെയില്ലേ? സത്യമാണ്, ഞാൻ പ്രലംബാസുരനെ എന്റെ കൈകൊണ്ട് ഇടിച്ചു കൊന്നു. കൃഷ്ണൻ അഗ്നിഭൂതത്തെ നശിപ്പിച്ചു. എന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് ഭീകരന്മാരായ രാക്ഷസന്മാരെ വധിക്കാൻ എങ്ങനെ സാധിച്ചു? ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾ കണ്ണുപൊട്ടിയിരുന്നു. അതെ, കൃഷ്ണനെ ഞങ്ങളോട് കണ്ണടയ്ക്കാൻ പറഞ്ഞത്. പ്രിയപ്പെട്ട കൃഷ്ണ, ഞങ്ങളോട് ക്ഷമിക്കണം. നിന്നെ ഞങ്ങൾ വെറുതെ ശിക്ഷിച്ചു. ഞങ്ങൾക്ക് മാപ്പ് തരില്ലേ? നിങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ മക്കളെ വലിയൊരു ആപത്തിൽ നിന്ന് രക്ഷിച്ചു.
ഞങ്ങൾ കരുതിക്കുട്ടി ഉപദ്രവിച്ചതല്ല. ഞങ്ങൾ കരുതി നീയുടെ നികുതി പിരിവുകാരനാണെന്ന്. പക്ഷെ നീയാണ് ഈ വൃന്ദാവനത്തിലെ നായകൻ. നീ ചെയ്ത ഉപകാരത്തിന് ഞങ്ങൾക്ക് പകരം ചെയ്യാനാവില്ല. ഓ, നിന്നെ പോലെ ഒരു സുഹൃത്ത് മറ്റാർക്കും ഉണ്ടാവില്ല.